ഞാൻ എപ്പോഴും ഞാനായിട്ട് മാറുന്നൊരു ടൈമാണ് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. നമുക്കിപ്പോൾ എല്ലാവർക്കും നോ പറയാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ട്. പറയണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. ഒറ്റമോളായതുകൊണ്ട് തന്നെ പണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ട്രിപ്പുകൾ സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പം അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ് വീട്ടുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്ലോസ് അവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം ബ്രദറിനെ സിസ്റ്ററിനെ പോലെയാണ് ചക്കിയും കണ്ണനും. അപ്പോൾ തുന്നത്തിലെ നെടുമുടി ചേട്ടൻ്റെ ഒരു ഇതുണ്ട്, മറ്റേ ഭസ്മ പറയുന്ന അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ സാഹചര്യത്തിന് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ബേസിക്കലി ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് കാഴ്ചക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറാണ് എൻ്റെ ഗോ ടു ഫുഡാണ്. ഫുഡ് വീട്ടിൽ നിന്ന് കൊടുക്കും. ഇടയ്ക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിച്ച് കൊതിപ്പിക്കാറുണ്ട്. ഇപ്പൊ എന്തായാലും അതിനുള്ള ധൈര്യമൊന്നുമില്ല. വേറെ ഒരു ഇതിലും പരീക്ഷിക്കാനുള്ള ധൈര്യം എനിക്ക് ഇപ്പൊ എന്തായാലും ആയിട്ടില്ല. ഭാഷയുടെ മാറ്റം അവരുടെ അഭിനയത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? എന്ത് വർക്ക് ആണെങ്കിലും വേറൊരാൾ, ഇപ്പൊ എൻ്റെ ഒരു വർക്ക് വേറൊരാൾ ഏൽപ്പിക്കും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പെർട്ടിക്കുലർ ഒരാളുടെ ആരാധിക എന്ന് പറയാൻ പറ്റില്ല. മ്യൂസിക് ചെയ്യാൻ താല്പര്യമാണ്? അതുണ്ടാവും, ചിലപ്പോൾ അറിയില്ല. അതൊക്കെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും ഭാവിയിൽ. അച്ഛന് വേണ്ടി ചോദിക്കില്ല, ഇഷ്ടമല്ല, അങ്ങനെയൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് വേണ്ടി ചോദിക്കും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അപർണ ബാലമുരളിയാണ്. സ്വാഗതം. ഈ സിനിമയ്ക്ക് മുൻപും സിനിമയ്ക്ക് ശേഷവും അപർണയുടെ ഒരു ലൈഫുണ്ട്. അപ്പം ഈ രണ്ടിനെയും സിനിമ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? നല്ലോണം സ്വാധീനിക്കുന്നുണ്ട്. കാരണം വളരെ യങ് ഏജിൽ തന്നെ ഒരു വളരെ യങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20s വന്ന, അപ്പം നമ്മൾ ഒരു 21ാമത്തെ വയസ്സിലൊന്നും ആരും അങ്ങനെ ഏൺ ചെയ്തൊന്നും തുടങ്ങില്ലല്ലോ. പിന്നെ കിട്ടുന്ന എക്സ്പോഷർ, ഒരുപാട് പേരെ കാണുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു. ഇതൊക്കെ ഭയങ്കര നല്ല എക്സ്പോഷർ തന്നിട്ടുണ്ട്. കുറേയും കൂടെ എന്താ പറയുക, ലൈഫ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി സിനിമ എന്നുള്ളൊരു ഫാക്ടർ നല്ല രീതിയിലാണ് മാറിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നാൽ ഭയങ്കര സർപ്രൈസിങ് ആയി സന്തോഷത്തോടെ വന്നൊരു ലൈഫാണിത്. ഓക്കെ, ശരിക്കും നമ്മൾ ഈ സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയില്ലേ, കണ്ടിട്ടില്ലേ? അതില് മനോജ് കെ ജയൻ ചേട്ടൻ മതിലി ആടുന്ന ഒരു സീനുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. ചാടുന്നു, ഇറങ്ങുന്നു, വീണ്ടും ചാടുന്നു. അതുപോലെയാണ് അപർണയുടെ ഒരു ബോഡി മാറുന്നത്. ചില സമയത്താണ് നമ്മൾ ഒരുപാട് വണ്ണം തോന്നിക്കും, പിന്നെ കാണുമ്പോൾ അപർണ ഭയങ്കര സ്ലിം ആയിരിക്കും. വീണ്ടും സിനിമ കാണുമ്പോൾ വീണ്ടും വണ്ണം ഉണ്ടാവും, ഇപ്പൊ കാണുമ്പോൾ വീണ്ടും സ്ലിം ആവും. ഈ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ്? ഇത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്? എങ്ങനെയാണ്? ഞാനൊക്കെ ഒരു തലയും കുത്തി നിന്നാൽ പോലും എനിക്ക് 5 കിലോ കുറയ്ക്കാൻ പറ്റുന്നില്ല. ശ്രമിച്ചാൽ മതി, പറ്റൂ. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ചത്. പക്ഷെ അങ്ങനെ ഞാൻ ഡെലിബറേറ്റ്ലി എടുക്കുന്ന, ഇപ്പം തടി കുറച്ചത് ഞാൻ എൻ്റെ ഹെൽത്തൊക്കെ കുറച്ചും കൂടെ നോക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് തടി കൂട്ടുക കുറയ്ക്കുക അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ വേണം വെച്ചിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ റായനിൽ തടി വേണമായിരുന്നു, അപ്പോൾ അതങ്ങനെ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും വണ്ണം കുറച്ചു. ബേസിക്കലി ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് കാഴ്ചയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. എനിക്കിപ്പോൾ തൈറോയിഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. ഈ കാഴ്ചക്ക് വലിയ വിശ്വാസം വരുന്ന ഒരാളല്ല ഞാൻ എങ്ങനെ ഇരിക്കുന്നത്. നമ്മളൊക്കെ ഡയറ്റ് ഫുഡ് കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്നും ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പലതരം ഫുഡ് കഴിക്കുക, ട്രൈ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊരിക്കലും ഭയങ്കര ഹെൽത്തി ലൈഫ് സ്റ്റൈലൊന്നും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കാരണം എനിക്ക് അത് ഇഷ്ടം, ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഇല്ലാണ്ട് കൺട്രോൾ ചെയ്ത് ഡയറ്റ് നോക്കുന്ന ആൾക്കാരോടും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. എനിക്ക് പക്ഷെ അത് അത്രയും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ ഈ കുറയാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഫുഡ്, ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫുഡ് നമുക്ക് ഈ ഒരു ഡയറ്റ് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റാതെ അത് അങ്ങനെ ഒരു ഫുഡ് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും, പക്ഷെ എനിക്കിത് കഴിക്കാനും പറ്റില്ല. ചോറാണ് ഏറ്റവും ഇഷ്ടം. ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറാണ് എൻ്റെ ഗോ ടു ഫുഡാണ്. ചോറൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ തടി കുറയ്ക്കണതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. ചോറാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഒട്ടുമിക്ക മലയാളികളുടെ ഫുഡ് ചോറാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ്. പക്ഷെ പല ഫ്രണ്ട്സിനും ചോറ് വലിയ താല്പര്യം. ചോറിനോട് എന്താണ് ഏറ്റവും താല്പര്യം കഴിക്കാൻ? ചോറ് ഇപ്പം മീൻ കറി, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന കുറെ കറികളുണ്ട്, പുളുങ്കറി, സാമ്പാർ, അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചാൽ ഫുഡ് പറഞ്ഞുകൊണ്ട് അതോടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി സിനിമയിലേക്ക് വരാം. കഴിച്ചാൽ ഏറ്റവും വിയേർഡായിട്ട് തോന്നിയൊരു ഫുഡ് അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും വിയേർഡായിട്ടുള്ളത് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഫുഡ് ഇത്രയും ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ ഒരുപാട് ഭയങ്കര വിയേർഡായിട്ടുള്ളത് ട്രൈ ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ പേടിയുണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇതുവരെ കഴിച്ചതൊന്നും അങ്ങനെ പാളിയിട്ടില്ല. മലേഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ പാമ്പ്, അതൊന്നും ഞാൻ ഇപ്പൊ മലേഷ്യയിൽ ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ ട്രൈ ചെയ്തില്ല കഴിച്ചപ്പോൾ. പിന്നെയും ഇവിടെ നമുക്ക് കിട്ടുക അങ്ങനെ ഇപ്പം റോ ഫിഷ്, സൂഷി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ആദ്യം കുറച്ച് മടി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സ്ഥലത്തുനിന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജാപ്പനീസ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്.
9-10 വർഷം ആവുന്നു, 30ഓളം സിനിമകൾ ചെയ്യുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും മനസ്സിൽ കൂടെ ഒന്ന് ഈ ഫ്രെയിമുകൾ വന്നു പോകുന്നത് എന്തായിരിക്കും? അത് ഓരോ സിനിമ ഇപ്പം ഭയങ്കര നല്ലൊരു ലോഞ്ചാണ് എനിക്ക് കിട്ടിയത്, ദൈവം സഹായിച്ച്. അത് തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. പിന്നെ എല്ലാ സിനിമയും എല്ലാ ഡയറക്ടേഴ്സിനോടും നന്ദി മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ തന്നു, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്രയും നാൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഇനിയും തുടർന്ന് അങ്ങനെ പോകണം എന്ന് തന്നെയാണ് ഭയങ്കര ആഗ്രഹം. അപ്പം എനിക്ക് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ഗോ ടു ഇമോഷൻ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് എപ്പോഴും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാം പിന്നെ ഞാൻ നോക്കുന്നത്. കാരണം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം, അതായത് മഹേഷിൻ്റെ പ്രതികാരം പോലത്തെ സിനിമ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് യാത്ര പോലത്തെ ഒരു സിനിമയിൽ കൂടെ വരാൻ പറ്റി എന്നുള്ളതും, അവരുടെ അടുത്തൊക്കെ ഇപ്പോഴും എനിക്ക് എൻ്റെ ഫാമിലിയാണ് അവരെല്ലാവരും. എനിക്കിപ്പോഴും ഇപ്പോൾ ആൽവിൻ അങ്കിൾ ആണെങ്കിലും മഹേഷിൻ്റെ പ്രതികാരത്തിൽ ദിലീഷ് ഏട്ടൻ, ശ്യാമേട്ടൻ, ഉണ്ണിമായ ചേച്ചി, അവരൊക്കെ എനിക്കിപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരാൾക്കാരാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ അങ്ങനത്തെ കുറേ ആൾക്കാരുടെ കൂടെ ലോഞ്ച് ആവാൻ പറ്റിയെന്നുള്ളത്. ഇങ്ങനെ ശരിക്കും ആസിഫുമായിട്ടുള്ള കോമ്പിനേഷൻ പറഞ്ഞാൽ ഏറ്റവും നിങ്ങൾ ഇപ്പം ലാലേട്ടൻ ശോഭനയൊക്കെ പോലെ ഏറ്റവും രസകരമായിട്ടുള്ള കോംബോ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പക്ഷേ നിങ്ങളറിയാം. എന്നാൽ നിങ്ങളധികം 1-2 സിനിമകളാണ് പേരായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നീട് 1-2 സിനിമകളിൽ കാപ്പയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പേരെന്ന് പറയാനില്ല. ഇപ്പം നിങ്ങളുടെ ഈ ഒരു ബോണ്ടിങ് ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് കയറാനുള്ള റീസൺ എന്തായിരിക്കും? ഓഫ് സ്ക്രീൻ ബോണ്ടിങ് അത്രയും ശക്തമായതുകൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എപ്പോഴും ഇപ്പം ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഭയങ്കര പ്രധാനമായതുകൊണ്ട് ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ ഫോട്ടോസ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സ്റ്റോറി ഇടുമ്പോഴോ അങ്ങനെയൊക്കെ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് അറിയുന്നതുകൊണ്ടായിരിക്കും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പം എനിക്കും ഈ അടുത്താണ് ഞാൻ റിയലൈസ് ചെയ്ത ബിടെക് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോമ്പിനേഷനിൽ വരുന്ന ആദ്യത്തെ സിനിമ കുറേ കാലത്തിന് ശേഷം കിഷ്കിന്ധാകാണ്ഡ എന്നുള്ളത് ഞാനും ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. കാരണം എപ്പോഴും ഒരു അടുപ്പമുള്ള ഒരാളാണ് ഇക്ക ആണെങ്കിലും ഫുൾ ഫാമിലി ആണെങ്കിലും ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര നല്ല ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പം അതെപ്പോഴും ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ഒരു പെട്ടെന്ന് ശരിയാണല്ലോ എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് തന്നെ. ഈ സിനിമ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യുന്നതും ഒക്കെ ആണോ ഫാമിലി ആയിട്ട്? നമ്മള് ഇപ്പൊ എവിടെയെങ്കിലും നമ്മള് ഷൂട്ടിംഗ് ആയിട്ട് തന്നെ ചിലപ്പം രണ്ട് സിനിമയുടെ ആണെങ്കിൽ ഒരേ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫുഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഭയങ്കര വലിയ സ്ട്രിക്റ്റ് ഡയറ്റിലാണ്. വല്ലാണ്ട് അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കോൺടാക്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഫുഡ് വീട്ടിൽ നിന്ന് കൊടുക്കും? ഇടയ്ക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിച്ച് കൊതിപ്പിക്കാറുണ്ട്. ഓക്കെ. ഈ മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ ഈ ഭാഷയുടെ മാറ്റം ഈ അപർണയുടെ അഭിനയത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? മറ്റു ഭാഷകളിൽ ഇപ്പം ഭയങ്കര സ്ലാങ് ആണ് ബേസിക്കലി. തമിഴ് ഇപ്പം അല്ലാണ്ട് എനിക്ക് അറിയണ ഭാഷ തന്നെയായിരുന്നു. അതുകൊണ്ട് സ്ലാങ് ഭയങ്കര ട്രിക്കിയാണ്. നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രം, കോട്ടയം, ഇവിടെ ഓരോരോ സ്ഥലത്തിന് ഓരോ സ്ലാങ് ഉള്ള പോലെ അവിടെയും ഉണ്ട്. അത് തമിഴ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. കാരണം നമുക്ക് അറിയാത്ത കുറേ വാക്കുകൾ ഉണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നെ ഇപ്പം ഇത്രയും എനിക്ക് പൊതുവെ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നാൻ കാരണം എനിക്ക് തോന്നുന്നു പാട്ടായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യം. അമ്മയും അച്ഛനൊക്കെ അമ്മ ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും ഒക്കെ പാടും. പിന്നെ അമ്മ പണ്ട് തൊട്ടേ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യം പ്രൊനൗൺസിയേഷൻ, ഡിക്ഷനും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം എപ്പോഴും പാട്ട് പാടുമ്പോഴാണെങ്കിലും അത് എപ്പോഴും കറക്റ്റ് ചെയ്യുമായിരുന്നു അമ്മ. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പെട്ടെന്ന് അങ്ങനത്തെ ഒരു ലാംഗ്വേജും സ്ലാങ്ങിലേക്കൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ സിനിമ നമ്മളെല്ലാവരും ചോദിക്കും, സിനിമയിൽ കുറച്ച് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ, എഴുത്ത് അങ്ങനെ എന്തെങ്കിലും മറ്റ് മേഖലയിലേക്ക് അടക്കാൻ താല്പര്യമുണ്ടോ? ഇപ്പം ആ ഒരു ചോദ്യത്തിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇവൻറ്റ്സ് ബിസിനസ് സൈഡിലേക്ക് കൂടി പോയിട്ടുണ്ട്. ഈ സിനിമയുടെ മറ്റ് മേഖലയിൽ ഏതെങ്കിലും താല്പര്യമുണ്ടോ? നമ്മൾക്ക് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാമോ? ഇല്ല, അങ്ങനെ എനിക്കറിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമയിലേക്ക് തന്നെ വന്നത് ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. അപ്പം ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. എനിക്ക് ആദ്യത്തെ സിനിമയിൽ പ്രോപ്പറായിട്ട് എന്താ പറയുക, എങ്ങനെയാണ് ഒരു ക്യാമറ ഒരു സ്ഥലത്തുള്ളപ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം, ഇതൊക്കെ എനിക്ക് അറിവുപോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്ന് ഇപ്പം ഇതുവരെ നമ്മൾ ഓരോ സിനിമയിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി എപ്പോഴും വരുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെയാണ് ഇവരിതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്ക് എപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അത് പാട്ടിൻ്റെ കാര്യത്തിലും ഉണ്ട്.
ആ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് എപ്പോഴും ഉണ്ട്. എനിക്ക് അങ്ങനെ എനിക്ക് ഇപ്പം എന്തായാലും അതിനുള്ള ധൈര്യമൊന്നുമില്ല. വേറെ ഒരു ഇതിലും പരീക്ഷിക്കാനുള്ള ധൈര്യം എനിക്ക് ഇപ്പം എന്തായാലും ആയിട്ടില്ല. ഭാവിയിൽ പ്രതീക്ഷിക്കാം. അറിയില്ല, നമുക്ക് അറിയില്ലല്ലോ നമ്മളെ ഈ ഫീൽഡിൽ നമ്മൾ ഇതിൽ സിനിമ ചെയ്യുന്തോറും നമുക്ക് എന്തിലാ ഇൻട്രസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, അറിയില്ല. പക്ഷെ എനിക്കിപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പ്ലാൻ ഒന്നുമില്ല. ഈ ഇവന്റ്സിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു ശരിക്കും? പഠിച്ചത് ആർക്കിടെക്ചറാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് എനിക്ക് ഇവന്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഡെക്കോറും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ കാളിദാസിൻ്റെ എൻഗേജ്മെൻറ്റ് വന്നപ്പം നമ്മളങ്ങനെ വിചാരിച്ചു നോക്കി എന്നാൽ ഇങ്ങനെ തുടങ്ങാം എന്ന് വിചാരിച്ചപ്പോഴാണ് അതൊരു ഒഫീഷ്യലി ഒരു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ അവിടെ നിന്ന് ഇപ്പം നല്ല എല്ലാ വർക്കും എടുക്കാൻ പറ്റില്ല. എനിക്കിപ്പം അഭിനയം ആണ് എന്തായാലും മെയിൻ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു ഫ്രീ ആയിരിക്കും, അല്ല നല്ല ക്ലയൻറ്റുകൾ വരുമ്പോൾ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ആർക്കിടെക്ചറിനോടും ഭയങ്കര ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഇവന്റ് മാനേജ്മെന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇവന്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണ് എല്ലായിടത്തും എത്തണം. നോർമലി ഇപ്പം അപർണ പല ഭാഷകളിൽ തിരക്കുള്ള ഒരു ആക്ട്രസ് ആണ്. അപർണയ്ക്ക് മറ്റൊരു സ്റ്റാഫിനെ വെച്ചത് ഓടിക്കുക എന്നതിനപ്പുറം അപർണ തന്നെ ഈ ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം സെലക്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് പൊതുവേ എനിക്കിപ്പം എന്ത് വർക്ക് ആണെങ്കിലും വേറൊരാൾ, ഇപ്പം എൻ്റെ ഒരു വർക്ക് വേറൊരാൾ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അത് എനിക്ക് ഈ ഇവന്റ് സ്ഥലത്തുണ്ടാവുന്നതിനെക്കാട്ടിലും ടെൻഷനാണ് ഇല്ലാത്തപ്പോൾ. അപ്പം എനിക്കത് വേറൊരാളെ ഏൽപ്പിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആ ഫുൾ ഇത് ചെയ്താലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. നമുക്ക് ആ ഒരു ഫുൾ പരിപാടി ഓക്കെ അല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഞാൻ മിക്കവാറും അവിടെ ഉണ്ടാവാൻ നോക്കാറുണ്ട്. കാളിദാസിന്റെയും ചക്കി അവർ രണ്ടുപേരുടെയും ഇവന്റ്സ് ഞാൻ ഓർക്കുന്നുണ്ട്. വീഡിയോ അതുപോലെ തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന ഞാൻ വീഡിയോ എനിക്ക് ഭയങ്കര ക്ലോസ്. അവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം ബ്രദറിനെ സിസ്റ്ററിനെ പോലെയാണ് ചക്കിയും കണ്ണനും. അപ്പോൾ അത് എല്ലാം പെർഫെക്റ്റ് ആവണം എന്നുള്ളത് ഒരു പേഴ്സണൽ ആഗ്രഹം കൂടെ എപ്പോഴും വരും അവരുടെ കാര്യത്തിൽ. അങ്ങനെ അല്ലാണ്ട് എല്ലാ ക്ലയൻറ്റ് നല്ല ആൾക്കാരാണ്. ഇപ്പോൾ ചെയ്തിട്ടുള്ള എല്ലാ വെഡ്ഡിങ്സ് ആണെങ്കിലും ഭയങ്കര നമ്മളൊരു പേഴ്സണലി ഒരു കണക്ഷനും വരുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരോട് കൂടെ ചെയ്യാനാണ് കൂടുതൽ താല്പര്യമുള്ളത്. ഇപ്പൊ ഈ റായൻ സിനിമ എടുക്കുവാണെങ്കിൽ എനിക്ക് ധനുഷിന്റെ കൂടെ അഭിനയിച്ച 1-2 പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് പോയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ഇത് റായൻ ഓഫ് കോഴ്സ് പുള്ളി ഡയറക്റ്റ് ചെയ്തതാണ്. പക്ഷെ പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഷോർട്ട് സമയത്ത് മാത്രം പുള്ളി വരികയും ചുറ്റും ബോഡി ഗാർഡ്സ് ഉണ്ടാകും. നമുക്ക് പുള്ളിയുടെ അടുത്ത് ഒരു ജസ്റ്റ് ഒരു ഹായ് ഹലോ ഒക്കെ അപ്പുറം നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. പുള്ളി വരുന്നു, ഷോട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ പുള്ളി കാരവാനിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു നമ്മൾ പല സ്ഥലത്തും നിന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കാണ് റായൻ എന്നുള്ളത്. ഞാൻ മുമ്പേ ഇത് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് അല്ല, അഭിനയിച്ചവരും അങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നൊന്നും കേട്ടിട്ടില്ല. പുള്ളി ഭയങ്കര നല്ല കിഡിലൊരു ഡയറക്ടറാണ്. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാവരും അതെ, പുള്ളി അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു സിനിമയാണ്. പിന്നെ നമ്മളെ കൊണ്ടും നമ്മൾ മാക്സിമം നമ്മുടെ ബെസ്റ്റ് ഷോട്ട് വരുന്ന വരെ വളരെ പേഷ്യൻസോട് കൂടിയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ആളാണ് ധനുഷ് സർ. ഐ എൻജോയ്ഡ് വർക്കിംഗ് ഇൻ ദിസ് ഫിലിം വിത്ത് ഹിം. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒരുപാട് യാത്ര ചെയ്യുന്ന. ഇങ്ങനെ അങ്ങനെ യാത്ര ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഞാനായിട്ടൊരു തീരുമാനം, പ്രോഗ്രാംസ് വരുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോവാറുണ്ട്. അതല്ലാണ്ട് ഭയങ്കര ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഇതുവരെ അങ്ങനെ ഞാനായിട്ട് എന്നാൽ ശരി ഒരു യാത്ര പോവാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. എനിക്ക് പക്ഷെ അത് പ്രാവർത്തികമാക്കണമെന്നുണ്ട് ആഗ്രഹം. സോളോ ട്രിപ്സ് ആണോ മനസ്സിലാഗ്രഹം? അറിയില്ല. സോളോ ട്രിപ്പൊക്കെ പണ്ട് ഒറ്റമോളായതുകൊണ്ട് തന്നെ പണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ട്രിപ്പ് സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പം അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ് വീട്ടുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്കും അറിയില്ല സോളോ ട്രിപ്പൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. അപർണയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. അപർണ ആരുടെ ആരാധികയാണ്? എന്നെ അങ്ങനെ ഇൻ പെർട്ടിക്കുലർ ഒരാളുടെ ആരാധിക എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ അടുത്തുനിന്നും ഓരോ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഡെഫിനറ്റ്ലി നമ്മൾ വളർന്നു വന്നത് മമ്മൂക്കയും ലാലേട്ടൻ്റെയും പെർഫോമൻസുകളിൽ നിന്ന്, പിന്നെ ഇപ്പം നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ഓരോരുത്തരുടെ അടുത്തുനിന്നും നമുക്ക് ഓരോ കാര്യങ്ങൾ ഭയങ്കര ക്യാച്ചി ആയിട്ടും ഭയങ്കര ഇഷ്ടമായിട്ടും തോന്നും. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇന്ന ആളുടെ ആരാധികയാന്ന് എനിക്കിപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് ഞാൻ തന്നെ അങ്ങനെ ഒരു ഇന്ന ആളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ല എനിക്ക്. ഇപ്പോൾ ഈ ലൊക്കേഷനിൽ ഒരു സീൻ തരുന്നു, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വരുന്നു, അപ്പോൾ ഒരു സീൻ തരുന്നു. അപ്പോൾ ഈ സീനായിരിക്കും നമുക്ക് ചിലപ്പോൾ അന്ന് രാവിലെ ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ തലേദിവസം മുന്നേ വായിച്ചിട്ടുണ്ടാവും ഓഫ് കോഴ്സ്. പക്ഷേ
അതിന് ഒരു സീൻ തരുമ്പോൾ നമുക്കത് ക്യാമറയ്ക്ക് മുന്നിൽ പോയി ഒന്ന് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം നിന്നിട്ട് അവിടെ വരുന്നത് അങ്ങ് ചെയ്യുന്നതാണോ, അതേ ഒരു ക്യാരവാനിലിരുന്ന ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമോ? നമ്മളെപ്പോഴും ഒരു ബഫർ വെക്കും. നമ്മൾ ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവില്ല. കാരണം ആ സെറ്റും ആ ഒരു ലൊക്കേഷനൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും നമ്മളെ. കാരണം ചെറിയ പ്രോപ്പർട്ടീസ് ആയിരിക്കും ചിലപ്പോൾ ആ സീനിനെ കുറച്ചും കൂടെ ഭംഗിയാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചിലപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് നമുക്ക് ആ ലൊക്കേഷനിൽ നിന്ന് കുറേ കിട്ടും. അപ്പോൾ നമ്മളൊരു സീൻ വല്ലാണ്ട് മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് ഇതിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് പോയാൽ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓർഗാനിക് ആവാൻ പറ്റില്ല. അപ്പം ഞാൻ കൂടുതലും അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ചെയ്യണം. ഞാൻ ഡയലോഗ്സ് മാത്രം നോക്കിയിട്ടാണ് മോസ്റ്റ്ലി പോവുക, മൂഡും ഡയലോഗും മാത്രം. കഥകൾ സെലക്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിപ്പം നമുക്കിപ്പോൾ എല്ലാവർക്കും നോ പറയാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ട്. അത് പറയണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. ഞാൻ നോ പറയുന്നുണ്ടെങ്കിൽ അതെനിക്ക് ചിലപ്പോൾ കഥ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ക്യാരക്ടർ അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഫാക്ടേഴ്സ് ഇപ്പം ക്യാരക്ടർ, ആ ഒരു സ്റ്റോറി, ഞാനിപ്പം ഞാൻ മാത്രം നല്ലതാണോ എന്ന് നോക്കിയിട്ടൊരു സിനിമ എടുക്കാറില്ല. കഥ നല്ലതാണെങ്കിൽ പിന്നെ ഡയറക്ടറായിട്ടുള്ള നമ്മുടെ ഒരു ബോണ്ട് ഉണ്ടാവും, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ ഒരു എല്ലാം അങ്ങനത്തെ കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഞാൻ ഒരു സിനിമ ചെയ്യുന്നത് ഭയങ്കര എൻജോയ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കാറുള്ളത്. ആസിഫുമായിട്ടുള്ള ഒരു കെമിസ്ട്രി സൗഹൃദം നമ്മൾ പറഞ്ഞു. ഇപ്പം നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു സൗഹൃദം ഇങ്ങനെ നിലനിർത്തുന്നത്, അപ്പം നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത് നിങ്ങളുടെ സൗഹൃദം, അതിൻ്റെ ഒരു രസച്ചരട് എന്തായിരിക്കും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. അങ്ങനെ നമ്മൾ ഭയങ്കര ആസിഫ് ഇപ്പൊ സംസാരിക്കുമ്പോൾ അപർണ എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടില്ല, അപ്പു എന്ന് പറയാറ്. നമുക്ക് ആ ഒരു ബോണ്ടിങ് കിട്ടും നിങ്ങളുടെ. അതെനിക്ക് തോന്നുന്നു അത് ഏറ്റവും നല്ല റിലേഷൻസ് ഉണ്ടാവുന്നത് നമ്മൾ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയിരുന്നു. കാരണം ആദ്യത്തെ സെറ്റിൽ ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ തുടങ്ങി എന്നെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആക്കി. അങ്ങനെ ഭയങ്കര, അതായത് ഞാൻ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ആളെ പിന്നെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും. അപ്പം പക്ഷേ ആസിഫിയുടെ കൂടെ അഭിനയിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പം ആദ്യമേ നമ്മൾ പെട്ടെന്ന് നമ്മൾ സെറ്റായി. ആ ഒരു ഭയങ്കര ഒരു എഫേർട്ട്ലെസ് ആയിട്ട് നമ്മൾ ഒരു ഭയങ്കര എഫേർട്ടൊന്നും കൊടുക്കാണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു കണക്ഷൻ വന്നു. പിന്നെ ഫുഡ് ഒരു മെയിൻ ഫാക്ടറാണ്. നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ പൊതുവേ ഭയങ്കര എന്താ പറയുക, കുറേ കാര്യങ്ങൾ അറിയാണ്ട് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ഭയങ്കര കണക്റ്റായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം സിനിമയിലേക്ക് 9 വർഷം എനിക്ക് തോന്നുന്നു അത്രയും നാൾ ജീവിച്ചൊരു ലൈഫിനെ ശരിക്കും ടേൺ ചെയ്ത് വിട്ടതാണ് ആദ്യത്തെ സിനിമോട്ട് ഇങ്ങോട്ടുള്ള ഇത്. അപ്പം പ്രയോറിറ്റീസ് മാറും, സൗഹൃദങ്ങൾ മാറും, പുതിയ പുതിയ ആളുകൾ കാണും, തിരക്കുകളാവും. അതുവരെ ഈ ഒരു 20 വയസ്സ് 21 വയസ്സ് വരെ കണ്ട ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഫാമിലി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പുറത്തുനിന്ന് കണ്ട സൗഹൃദമായിട്ടുള്ള സ്കൂൾ ഫ്രണ്ട്സ് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴൊക്കെ അവരോട് അന്നത്തെ പോലെ തന്നെയുള്ളൊരു കോണ്ടാക്ട് വെക്കാൻ സമയം കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ സമയം കിട്ടാറുണ്ട്. അങ്ങനെ ഇപ്പോഴും ഒരുപാട് നല്ല ഭയങ്കര ക്ലോസ് ആണ് എൻ്റെ സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞാൻ വളരെ ക്ലോസ് ആണ്. ഇപ്പോഴും ആ റിലേഷൻഷിപ്പ് ഭയങ്കര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഞാനായിട്ട് മാറുന്നൊരു ടൈമാണ്. എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ടാവും, അല്ലെങ്കിൽ വെറുതെ നമ്മൾ കാണും. അങ്ങനെ എനിക്ക് ഭയങ്കര ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പം നിന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇപ്പോഴും അത് എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. അവരൊക്കെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവ് ആണോ? നല്ല ആക്റ്റീവ്. സ്കൂൾ കോളേജ് ഗ്രൂപ്പ് എല്ലാത്തിലും. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അപർണയുടെ 1-2 ലുക്കുകൾ, ഈ മീമുകൾ, സ്റ്റിക്കർ ഒക്കെ അതൊക്കെ സ്വയം അയച്ചു കൊടുത്തിട്ടുണ്ട് എവിടെയും? ഞാനായിട്ട് അയച്ചു കൊടുത്തിട്ടില്ല, എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. അപർണ ഒരിക്കലും അപർണയുടെ സ്റ്റിക്കർ അയച്ചിട്ടില്ല? ഇല്ല, എന്റെ സ്റ്റിക്കർ ഞാൻ വെറുതെ തമാശക്കൊക്കെ ഉള്ള സ്റ്റിക്കറുകൾ എന്തെങ്കിലും എക്സ്പ്രഷൻ മാച്ച് ആയാൽ മാത്രം എന്തെങ്കിലും അയച്ചു കൊടുക്കാം. ഏറ്റവും കൂടുതൽ നമ്മുടെ സിനിമയിൽ തന്നെയുള്ള ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ സ്റ്റിക്കർ അയച്ചിട്ടുള്ള ഒരു മീം പറഞ്ഞ ഏതായിരിക്കും, സ്റ്റിക്കർ ആയിരിക്കും? ഓൾമോസ്റ്റ് ഒരുപാട് പേര് ഇപ്പൊ പണ്ട് പറയും ജയറാമേട്ടന്റെ മറ്റേ ആ റിയാക്ഷൻ, അതുപോലെ ദശമൂലം ദാവ്, അങ്ങനെ കുറെ സ്റ്റിക്കേഴ്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മിഥുനത്തിലെ നെടുമുടി ചേട്ടൻ്റെ ഒരു ഇതുണ്ട്, മറ്റേ ഭസ്മ പറയുന്ന, അങ്ങനത്തെ ഒക്കെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ സാഹചര്യത്തിന് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ എല്ലാവരുടെയും സ്റ്റോക്ക് ഉണ്ടല്ലോ, കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഇന്നതെന്നൊന്നുമില്ല. നടിയാണ്, ഗായികയാണ്. ഇപ്പോൾ സിനിമ അല്ലാതെ ഇരിക്കുന്ന ഒരു ഫ്രീ സമയത്ത് പാട്ടിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. ഇപ്പോഴും പഠിക്കുന്നതാണോ? പഠിക്കുന്നുണ്ട് ഇപ്പോഴും. പഠിപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിലൊന്നും അങ്ങനെ സമയം കിട്ടാറില്ല. ഞാൻ കുറേ പാട്ട് കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും വീട്ടിലുള്ളപ്പോഴും വെറുതെ ഇരിക്കുകയാണെങ്കിലൊക്കെ പാട്ട് ഇഷ്ടംപോലെ കേൾക്കും. അങ്ങനെ കുറേ കേട്ട് എന്തെങ്കിലും അതിൻ്റെ കൂടെ പാടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്. മ്യൂസിക് ചെയ്യാൻ താല്പര്യമുണ്ടോ?
ഇല്ല എനിക്കും ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി ട്രൈ ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ. അച്ഛൻ മ്യൂസിക് ഡയറക്ടറാണ്. എനിക്ക് ആ ബ്ലഡിലുണ്ടല്ലോ. അതുണ്ടാവും, ചിലപ്പോൾ അറിയില്ല, അതൊക്കെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും ഭാവിയിൽ. പക്ഷേ പാട്ട് തന്നെ പാടുന്നത് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാ. വീട്ടുകാർ പാട്ടുകാരും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ കാരണം അവർക്കൊരു നാണക്കേട്. അതെ. ഈ സിനിമയിൽ എപ്പോഴെങ്കിലും ഇപ്പം പാടിയിട്ടുണ്ടോ, അതല്ലാതെ ഗായിക എന്നുള്ളൊരു ശ്രമം നടത്താൻ വേണ്ടി അവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് പാടാൻ അറിയാലോ, ഇപ്പൊ നമുക്ക് അവസരങ്ങൾ ചോദിക്കാന്ന് പറയണ്ടല്ലോ പാടാൻ വേണ്ടിട്ട്. ഇപ്പം അവരുടെ എല്ലാരും അച്ഛൻ ചോദിക്കാറുണ്ട്, ഞാൻ എന്നുവെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടി അച്ഛൻ പറയുന്നത് നീ അഭിനയിച്ചാലില്ലേ പാട്ട് പാടാൻ നോക്കുന്ന അച്ഛൻ പറയും. അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ നല്ലൊരു സിംഗർ ആവണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കര മടി പിടിച്ച് പ്രാക്ടീസ് ഒന്നും മര്യാദയ്ക്ക് ചെയ്യാത്ത ആളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ചമ്മലാണ്, പാടാൻ പേടിയാണ്, ഭയങ്കര ടെൻഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ അല്ലാണ്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് മ്യൂസിക് എന്നുള്ളത്. അച്ഛനാണ് ചോദിച്ചിട്ടുള്ളത്. അതെ അതെ, അച്ഛന് വേണ്ടി ചോദിക്കില്ല, ഇഷ്ടമല്ല, അങ്ങനെയൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് വേണ്ടി ചോദിക്കും. അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ചോദിക്കുന്നൊന്നും ഇഷ്ടമല്ല. അതാണ് ശരിക്കും അച്ഛനമ്മമാരുടെ ഒരു മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ സിനിമ ഇല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഡെയിലി റൂട്ടീൻ പോകുന്നത്? നല്ല സിനിമകൾ കാണും, പിന്നെ ജിമ്മിൽ പോവും, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കാണും, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. വേറെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങിലൊന്നും വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഡെയിലി പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെയിലി ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ ആരെങ്കിലും ഒക്കെ കാണാൻ പോകാറുണ്ട്. വർക്കൗട്ട്സ് ഉണ്ട്? വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കിഷ്കിന്ധാഖണ്ഡത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ താരനിരയുണ്ട്. ഇപ്പൊ ഇറങ്ങിയ ഒരു പാട്ട്, ആ പാട്ടിന്റെ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു ടിബറ്റൻ ആണ്. അതെങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്? അത് മ്യൂസിക്കിന് വേണ്ടി മാത്രം? അതില് അച്ഛൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കുട്ടേട്ടൻ്റെ ക്യാരക്ടറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് പൊതുവെ പാട്ടിന്. അത് സിനിമ വരുമ്പോൾ മനസ്സിലാവും. അച്ഛൻ്റെ ഒരു ഹിസ്റ്ററിയും അച്ഛൻ്റെ ലൈഫും ഒക്കെ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഡിസ്കഷനിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു പാട്ടിന് കുറേ കൂടി ഒരു പ്രസക്തി വരും. അങ്ങനത്തെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഡ്രാമ ഗണത്തിൽ പെടുന്നതാണോ, ലവ് സ്റ്റോറിയാണോ, എന്ത് ജോണറാണ്? ഫാമിലി ഡ്രാമയാണ്, ഒരു ത്രില്ലർ മൂഡുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഫാമിലി ഫോക്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ധാഖണ്ഡം. ഫുൾ ഒരു വീട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, വീടും അതിന്റെ പരിസരങ്ങളും ആ ഒരു സ്ഥലവും ഇവരുടെയൊക്കെ ജോലി സ്ഥലങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന, അങ്ങനത്തെ ആ ഒരു ചുറ്റുപാടും. ഒരുപാട് പേരൊന്നും ഇല്ല, വളരെ നമ്മൾ എന്താ പറയുക ഡെയിലി കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്ന സിനിമയാണത്. ഈ വിജയരാഘവൻ സാറ്, എനിക്ക് ജഗദീഷ് ഏട്ടൻ, അശോകേട്ടൻ, ഇവരൊക്കെ ലെജൻസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ആക്ടേഴ്സാണ്. ഇപ്പം ഇതൊരു വളരെ ക്ലീഷേ ചോദ്യമാണ്. പക്ഷെ എന്നാൽ പോലും ആദ്യം തുടങ്ങിയത് ഒരു മറ്റേ ഫഹദ് ഫാസിലിനൊപ്പമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിങ്ങോട്ട് സൂര്യ വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ കൂട്ടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂര്യ, ധനുഷായാലും എല്ലാവരും. ഇപ്പം ഇത്രയും സീനിയേഴ്സിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ അവരിൽ നിന്ന് പഠിക്കുക എന്നതിനപ്പുറം ഈ എന്തെങ്കിലും നമ്മൾ ക്വാളിറ്റീസ് നമുക്ക് എടുക്കാൻ നമുക്ക് മനഃപൂർവ്വം അല്ലാതെ നമുക്ക് ഒരുപക്ഷെ കിട്ടും. നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും ഇവരെല്ലാവരും. നമ്മളൊരു സെറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവര് എങ്ങനെയാണ് അവിടെ പെരുമാറുന്നതെന്നുള്ളത് കാണുമ്പോൾ, അവർ എടുക്കുന്ന ഹാർഡ് വർക്ക്സ്, ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന ആ ഒരു വർക്ക് കാണുമ്പോൾ, ഇതൊക്കെ നമ്മളെ അറിയാണ്ട് തന്നെ എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഭയങ്കര രസമാണ് ഇപ്പം എല്ലാവരുടെയും ആ ഒരു വർക്കിംഗ് പാറ്റേൺ കാണാനും, പിന്നെ അവർ സെറ്റിൽ എങ്ങനെയാണ് അവരൊരു സീനിന് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ കാണാനും. അതിന് നമ്മൾ തന്നെത്താനെ ഇതൊക്കെ നമുക്ക് ഒരു ബാക്ക് ഓഫ് ദ മൈൻഡ് എപ്പോഴും ഓർമ്മ വരും. ഭയങ്കര രസമാണ് അങ്ങനെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ. ഇതിലാണെങ്കിലും ഇപ്പോൾ കുട്ടേട്ടനാണെങ്കിലും ജഗദീഷ് ചേട്ടനാണെങ്കിലും അശോകൻ ചേട്ടനാണെങ്കിലും അവരുടെ എനർജി ലെവൽസ് ഭയങ്കര കിടിലമാണ്. അവരൊരിക്കലും തളരൂല. നമ്മൾ തളർന്നാലും അവരങ്ങനത്തെ ആ മൈൻഡ് സെറ്റാണ് അവരുടെ. ഭയങ്കര രസമാണ് കുട്ടേട്ടനൊരു സീൻ ചെയ്യുന്ന കാണാനും, സീൻ എങ്ങനെ ഇങ്ങോട്ട് സജഷൻസ് പറയുന്നതും, ഇതൊക്കെ ഭയങ്കര രസമാണ്. ആ വർക്കിംഗ് പാറ്റേൺ ഭയങ്കര അടിപൊളിയാണ്. ജഗദീഷ് ചേട്ടൻ ഒരു മിനിറ്റ് പോലും സംസാരിക്കാണ്ട് പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് എനർജിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ലൊക്കേഷനിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതെ, പുള്ളിയുടെ ക്യാരക്ടർ അത്രയും സംസാരിക്കുന്ന ഒരാളല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മൂഡും ആംബിയൻസിലാണ് നമ്മൾ ലൊക്കേഷനിൽ കൂടുതലും ഇരിക്കുക. നമ്മൾ ആക്ച്വലി കൂടുതൽ എൻജോയ് ചെയ്തത് പ്രൊമോഷൻസിന്റെ സമയത്താണ്. ഭയങ്കര രസമായിരുന്നു ഇവരുടെ കൂടെ പ്രൊമോഷൻസ് ചെയ്യാനായിട്ട്. ഇവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടല്ലോ, അതൊക്കെ കേട്ടിരിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ഫണ്ണാണ്. ഇവർ ചെയ്ത സിനിമകളാണെങ്കിലും അതൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടെ കണ്ടിരുന്ന സിനിമകളുടെയൊക്കെ ഒരുപാട് നല്ല രസമുള്ള കഥകൾ ഇവരിങ്ങനെ പറയും. എങ്ങനെയാണ് ഇവർ ഈ സീൻ ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. ഭയങ്കര രസമാണ് അതൊക്കെ കേട്ടിരിക്കാൻ. കിഷ്കിന്ധാഖണ്ഡം രാമായണത്തിൽ ഒരു ഏടാണ്. ഈ ഒരു പേര്, പിന്നെ ഇപ്പൊ വന്ന ടീസറിലൊക്കെ കുരങ്ങുകളൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ടീച്ചർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും പിടി തന്നിട്ടില്ല. എന്താണ് ശരിക്കും കിഷ്കിന്ധാഖണ്ഡം പറയുന്ന സബ്ജക്ട്? എന്താ ഒരു വലിയ ഫാക്ടറാണ് കുരങ്ങ് എന്നുള്ളൊരു
ആനിമലിനെ നല്ലോണം ഇതിൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഒരു പ്രമൈസ് ആണത്, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇതിൽ ആസിഫ് ഖാൻ ഒരു ഡയലോഗിൽ പറയുന്നുണ്ട്, ഹനുമാനും സുഗ്രീവനും ഒഴിച്ച് ബാക്കി എല്ലാ വാനരപ്പടയും ഇവിടെ ഉണ്ട് എന്നുള്ളത്. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ്. ബേസിക്കലി ലൊക്കേഷനാണ് ഏറ്റവും ഈ കഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ലൊക്കേഷൻ. ആ വീടും ആ പരിസരവും ഒക്കെ ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ബാക്കി പോകുന്നത്. അത് ഈ പറഞ്ഞ രീതിയിൽ കുറേ സസ്പെൻസുകളുണ്ട്, കുറേ നല്ല എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ഇതിൽ വഴിയിലൂടെ ഈ സിനിമയുടെ കഥ പോകുന്നുണ്ട്. അപ്പം അതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് കിഷ്കിന്ധാകാന്ഡം എന്നുള്ളത്. എനിക്ക് അതുകൊണ്ട് പേര് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആപ്റ്റായി തോന്നിയൊരു പേരാണ്. മുഴുവൻ ഒറ്റപ്പാലം മാത്രമായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള ട്രിഗർ എന്തായിരുന്നു? കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കേട്ട ഇമ്മീഡിയറ്റ്ലി ഞാൻ യെസ് പറഞ്ഞൊരു സ്റ്റോറിയാണ് കിഷ്കിന്ധാകാന്ഡം. ആക്ച്വലി ബാഹുലേട്ടനും ദിഞ്ചത്തേട്ടനും വന്നിട്ടാണ് കഥ പറഞ്ഞത്. ആൻഡ് കഥ പറഞ്ഞ് തീർന്ന ഉടനെ തന്നെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സ്റ്റോറി. കഥ തന്നെയാണ്. അതെ അതെ. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി. ആഘോഷം ഓണം നന്നായിട്ട് വരട്ടെ, എല്ലാ ആഘോഷവും അടിപൊളിയാവട്ടെ, തുടർന്നെല്ലാം പൊന്നാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.